ഇന്നലെ ഷാനുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് നാജില പറയുന്ന മുഴുവൻ കള്ളമാണ്. അവളുണ്ടെങ്കിൽ അവളുടെ ഉമ്മ വന്നതിന് ശേഷം തന്നെ നോക്കുന്നൊന്നും ഇല്ലായിരുന്നു. ഇനി വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ അതൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ലെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ഷാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നാജില ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഷാൻ പറയുന്ന മുഴുവൻ കള്ളമാണ്. അവനുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും കുടിച്ച് നടക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങളോ ഒന്നും ഞങ്ങളെ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. അതിന് പൈസ കൊടുക്കാതൊക്കെ ഞാൻ പലവട്ടം ഇരുന്നിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഷാൻ്റെ ഉമ്മ തന്നെയാണ് ഷാനിന് കുടിക്കാനുള്ള പൈസയൊക്കെ കൊടുക്കുന്നു. പിന്നെ ഞങ്ങളോട് അത്ര കാര്യമായിട്ടൊന്നും സംസാരിക്കുക അല്ലെങ്കിൽ ഞങ്ങളെ ഒന്നും നോക്കാറ് പോലും ഇല്ല. ഞാനുണ്ടെങ്കിൽ ഷാൻ്റെ ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ പലവട്ടം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത് കണക്കുണ്ടെങ്കിൽ എൻ്റെ വയറ്റിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഷാൻ്റെ കുഞ്ഞല്ല എന്നുള്ള രീതിയിലൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനത്തെ ഉള്ളൊരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കാൻ താല്പര്യമില്ലാതെ ഞാൻ വെളിയിൽ വന്നു. അതല്ലാതെ ഇത് കണക്ക് ഷാൻ പറയുന്ന കണക്കത്തുള്ള ഒരു കാര്യങ്ങളോ അല്ലെന്നായിരുന്നു ഇത് കണക്ക് നാജില വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് സത്യമാണോ? ഇതിനു മുമ്പ് ഇത് കണക്ക് അവർ വേർപിരിഞ്ഞു അല്ലെങ്കിൽ പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടൊന്നും ആയിരുന്നില്ല. അത് കഴിഞ്ഞൊരു 4-5-6 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഒന്നിച്ചായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ട് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നതായിരുന്നു. ഈ വട്ടം അങ്ങനെ തന്നെ ആണോ അതോ ഇത് യഥാർത്ഥത്തിലാണോ ഉള്ളത് കുറച്ച് കഴിയുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ.